ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഒരു പൗരൻ, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്തിലെ പൗരൻ, എന്തെല്ലാം കാര്യങ്ങളിൽ പരിഗണന നൽകണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധാലുവായിരിക്കണം, ഒരു പരിശോധനാ വിഷയമാണത്. ഭരണനിർവഹണത്തെ, അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളെ നാം വിലയിരുത്തേണ്ടത് അത് പിന്തുടരുന്ന നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ നയങ്ങൾ രൂപപ്പെടുത്തുന്ന പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് സമൂഹത്തിൻ്റെ ഏതെല്ലാം തലത്തിലുള്ള ജനങ്ങളെയാണ് സ്പർശിക്കുന്നത്, ഏതെല്ലാം തലത്തിലുള്ള ജനങ്ങളെയാണ് അത് സ്പർശിക്കാത്തത്. ഇത്തരം മൂല്യനിർണയം ഒരു ജനാധിപത്യ രാജ്യത്ത് അത്യാവശ്യം വേണ്ടതാണ്. ആ നിലയ്ക്ക് ഒരു ഗവർണൻസിനെ വിലയിരുത്തുന്ന സമയത്ത് അവർ ഈ ഒരു സമീപനത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയെ വിലയിരുത്തുമ്പോൾ അവർ ഈ ഒരു തലത്തെ ശരിക്കും പരിഗണിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. മാത്രവുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസന നയം സുസ്ഥിരമായ വികസന നയമാണോ എന്നും കൂടി വിലയിരുത്തണം. കേവലം തൽക്കാലത്തേക്ക് മാത്രം രൂപപ്പെടുത്തുന്ന വികസന നയമാണോ, അല്ലെങ്കിൽ ആ വികസനത്തിന് ദീർഘകാലത്തെ യുക്തികളായിട്ട് ബന്ധമുണ്ടോ, ദീർഘകാലത്തേക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഒന്നാണോ ആ വികസന നയം എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇതിനോടനുബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. മറിച്ച് ഏതെങ്കിലും കുറച്ച് സൗജന്യങ്ങൾ മാത്രം വാരി വിതറി ജനങ്ങളുടെ താൽക്കാലിക അറ്റൻഷൻ പിടിച്ചു പറ്റി അങ്ങനെ ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തെ സ്വാധീനിക്കുന്ന അത്തരം പരിപാടികളെ നമ്മൾ ജാഗ്രതയോടെ നോക്കിക്കാണും. അതുപോലെ തന്നെ ഗവർണൻസിനെ കേവലം നുണകൾ കൊണ്ട് പൊതിഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന സമീപനങ്ങളെ കുറിച്ചും നമ്മൾ ജാഗ്രത പുലർത്തണം. ഇത്തരം ഒരുപാട് ജാഗ്രതകൾ ഒരു 5 വർഷത്തേക്ക് ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പുലർത്തേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് അഴിമതി വിരുദ്ധമായ ഒരു ഭരണകൂടമായിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അഴിമതി രഹിതമായ ഒരു സിസ്റ്റമായിരിക്കുക എന്നുള്ളത്. അത് പ്രധാനമാണ്. അപ്പോൾ അഴിമതി രഹിതമായ ഒരു സിസ്റ്റത്തെ വിപുലീകരിക്കാൻ ഒരു ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഗവർണൻസിലേക്ക് എത്രത്തോളം ഈ ഗവൺമെൻറ് മാറിയിട്ടുണ്ട്, പേപ്പർലെസ് ആയിട്ട് എത്രത്തോളം ഈ ഗവൺമെൻറ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാറിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും അഴിമതി ഫയൽ നീക്കവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു ഫയല് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ നമ്മളെ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും സമൂഹത്തിൽ അല്ലെങ്കിൽ ഭരണതലത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഈ ഗവർണൻസ് എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത്, ആ ഒരു പരിശോധനയും ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നതിൽ പ്രധാനമാണ്. അതുപോലെ തന്നെ അടിസ്ഥാന വർഗത്തിന് പ്രത്യേക പരിഗണന, സാമൂഹ്യക്ഷേമ പരിപാടികളിൽ എന്തെല്ലാം മുൻഗണനകളാണ് ഒരു ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അടിസ്ഥാന വർഗത്തിന് പാർപ്പിടം, അതേപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളെപ്പോലെ പ്രത്യേക വിഭാഗങ്ങൾ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ഈ പ്രത്യേക വിഭാഗങ്ങൾക്ക് സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മുന്നോട്ട് വരാൻ എന്തെല്ലാം പ്രത്യേക പരിപാടികളാണ് ഒരു ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതേപോലെ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയോട് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ചില രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ലേ, ആരെങ്കിലും ഒരു പ്രകടന പത്രികയോട് നീതി പുലർത്താവൂ എന്നുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ചില രാഷ്ട്രീയ പ്രവർത്തകർ തങ്ങൾ നടപ്പിലാക്കിയ പരിപാടികളും തങ്ങൾ മുമ്പേ ജനങ്ങളിൽ വെച്ച പ്രകടന പത്രികയും കൂടി താരതമ്യം ചെയ്തുകൊണ്ട് ജനങ്ങളോട് തങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ വളരെ സുതാര്യവും അതേപോലെ പ്രതിബദ്ധതാപൂർണവുമാക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അതാണ് ശരിയായ നിലപാട്. തങ്ങൾ നടത്തിയ
തങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങളോട് ഏതെല്ലാം തലത്തിലാണ് ഒരു ഭരണകൂടം നീതി പുലർത്തിയതെന്ന് എന്ന പരിശോധനയ്ക്ക് പൗരന്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്. അത്തരം പ്രോഗ്രസ് റിപ്പോർട്ടുകളെ നമ്മൾ ആത്മാർത്ഥമായി കണ്ടുകൊണ്ട് വിലയിരുത്തണം. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാറ്റിമറിക്കാനുള്ള ചില വൈകാരികതകളെ ഉണർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ഒരു സമീപനമാണ്. അത്തരം സമീപനങ്ങൾക്ക് വീണ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ജാഗ്രത. ഒരു വോട്ടർ പുലർത്തേണ്ട പരമപ്രധാനമായ ജാഗ്രത എന്ന് പറയുന്നത് നിലപാടുകളെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തോടോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചില നിലപാടുകൾ എടുക്കണം. ആ കൺസിസ്റ്റൻ്റ് നിലപാടുകളെ നമ്മൾ നിരന്തരം വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ വരുന്ന വമ്പൻ പാളിച്ചകളെയാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതും ആ പാളിച്ചകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ നിലപാടുകളെ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെ ഒരു ജനപ്രതിയെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പൗരനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വോട്ടിടലിൻ്റെ ലളിതമായ ഒരു പ്രക്രിയ അല്ല. നേരെ മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ അയാൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയ പാർട്ടികളെ, ഭരണകൂടങ്ങളെ വിമർശനാത്മകമായിട്ട് തീക്ഷ്ണമായ വിമർശനത്തിൻ്റെ മുൾമുനയിലൂടെ കടത്തിവിട്ടുകൊണ്ട് യുക്തിഭദ്രമായിട്ടുള്ള ഒരു വിമർശനത്തിൻ്റെ മുൾമുനയിലൂടെ കടത്തിവിട്ടുകൊണ്ട് നമ്മൾ ആത്യന്തികമായി എത്തുന്ന ഒരു തീരുമാനമായിരിക്കണം നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ചോയ്സിനെ നയിക്കേണ്ടത് എന്നുള്ളത് പ്രധാനമാണ്. ആ ഒരു പ്രാധാന്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു.